തന്നെ കൊടുക്കണേ. ഇത് വലുതായിട്ട് കൊടുത്തു, ചെറുത്ത് കൊടുക്കാതെ. ഞാനാണ് ഇതൊക്കെ നമ്മൾ വിളിച്ചോണ്ട് പോയതേ ഉള്ളൂ. നമ്മുടെ കൂടെ അറിയാതെ പെട്ടുപോയതല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇതൊക്കെ കൂടെ വിൽക്കാനും എടുക്കാനും വന്നവര് പോലും അറിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ പടം കുറച്ചെടുത്താൽ എന്ത് പടം തന്നെങ്കിലും ആൾക്കാർ കണ്ടുവെക്കണ്ട. തന്റെ പടം കൊടുക്കുമ്പോൾ ഇത്തിരി കളറായിട്ട് തന്നെ കൊടുക്കണമെന്ന ആവശ്യം പറഞ്ഞിരിക്കുകയാണ് ഒരു കള്ളൻ. അതേ പറഞ്ഞത് ഒരു കള്ളൻ തന്നെയാണ്. മോഷണക്കുറ്റത്തിന് പിടിയിലായി പോലീസ് ജീപ്പിൽ ഇരിക്കുമ്പോഴാണ് കള്ളന്റെ ഈ വ്യത്യസ്തമായ ആവശ്യം. കളറായിട്ട് തന്നെ കൊടുക്കണം, ഇച്ചിരി വലുതായി കൊടുത്തോ, ഞാനാണ് മെയിൻ, ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ, എന്റെ കൂടെ അറിയാതെ പെട്ടുപോയതാ, നമ്മൾ മാത്രമേ മെയിനായിട്ടുള്ളൂ, അതുകൊണ്ട് അവരുടെ പടം കുറച്ചെടുത്താൽ മതി, എന്റെ പടം നന്നായിട്ടെടുത്തോ, ആൾക്കാർ കണ്ടുവെക്കട്ടെ എന്നാണ് കള്ളൻ പറയുന്നത്. മോഷണ കേസിൽ ഒരു വീരപരിവേഷമാണെന്ന് തോന്നുന്നു ഈ കള്ളന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂളായിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തില്ലല്ലോ. കൊല്ലം ഇടമണ്ണിലെ കട കുത്തി തുറന്ന് 280 കിലോ ഉണക്ക കുരുമുളകും 85,000 രൂപയും മോഷ്ടിച്ച കേസിലെ പ്രതി മുകേഷിനാണ് വ്യത്യസ്തമായ ആവശ്യം. താൻ കുരുമുളകിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്നും കള്ളൻ പറയുന്നുണ്ട്. കടക്കാരന് ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്നും അതുകൊണ്ടാണ് മോഷ്ടിച്ചതെന്നും മുകേഷ് പറയുന്നു. തന്നെ പിടികൂടിയ പോലീസുകാരനെയും മുകേഷ് അഭിനന്ദിക്കാൻ മറന്നിട്ടില്ല. മുഖംമൂടി ധരിച്ചിട്ടും അമീർ എന്ന സാറ് വിദഗ്ധമായി തന്നെ പിടികൂടിയെന്നാണ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂളായ കള്ളൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ആരും കളനായിട്ട് ഭൂമി ജനിക്കുന്നൊന്നുമില്ല. അമ്മയുടെ വയ്ക്കുന്നവരും ആരും കളനാവുന്നില്ല. കള്ളനാക്കി മാറ്റുന്നത് എല്ലാ കടകളിലും എടുക്കൂ. എല്ലാ കടകളിലും എടുക്കത്തില്ല. എല്ലാ കടകളിലും എടുക്കാന്നുണ്ടെങ്കിൽ കട കൂട്ടുന്ന വരുത്തുന്നു. ചില കടകൾ മാത്രമേ എടുക്കൂ. ചില കടകളല്ല. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. പിന്നെ ഇത് നോക്കി വെച്ചിരുന്ന കടയാണോ? നോക്കി വെച്ചിരുന്ന കടയല്ല. ഞാൻ കുറെ നാളായിട്ട് നമ്മൾ ഈ മരത്തിലേക്ക് കയറുന്ന ആൾക്കാരാണ്. അപ്പൊ അയാള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വില കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറെ നാളായിട്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ അയാൾക്കാർ ഇരിക്കട്ടൊരു പണിയെന്ന് പറഞ്ഞ് ചെയ്തു.